കൃഷ്ണം വന്ദേ ജഗദ്ഗുരും നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഐം സരസ്വത്യേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഓം ദം ദുർഗായേ നമഃ. ഓം മഹാവിഷ്ണവേ നമഃ. ഓം സത്യകാമായ നമഃ. നമ്മളൊരു വർഷവും കൂടി കടന്നു പോവുകയാണ്. ലൈക്ക് 2025 is getting over. ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകും. And we move forward. ഓരോ വർഷവും better and better. Life is actually becoming better and better. ഓരോ വർഷം കടന്നു പോകുമ്പോഴും we are saying goodbye, and with lots of love in our heart, gratitude, we are saying goodbye. അങ്ങനെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദി ഭാവത്തോടെ നമ്മൾക്ക് ഈ ഒരു വർഷത്തിനോട് നന്ദിയോടെ നമ്മൾക്ക് വിട പറയാൻ. And we should be able to forget everything what is not required. നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ഓർമ്മച്ചെപ്പിൽ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം നിൽക്കട്ടെ. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ, നമ്മുടെ അറിവിൻ്റെ തലത്തിൽ. Let there be change. Whatever is not required, നമുക്ക് എന്തൊക്കെയാണോ വേണ്ട എന്ന് തോന്നുന്നത് ജീവിതത്തിൽ, അതെല്ലാം let us be able to leave behind. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ, പഴയൊരു വീട്ടിൽ താമസിച്ചിട്ട് വളരെ വർഷങ്ങളോളം താമസിച്ച ഒരു വീട്ടിൽ നിന്ന് പുതിയൊരു വീട് വെച്ച്, അല്ലെങ്കിൽ ഒരു പുതിയൊരു വീട് വാങ്ങി നമ്മൾ താമസിക്കുമ്പോൾ we leave behind lots of things. നമ്മൾ പഴയ വീട്ടിലുണ്ടായിരുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. എ പ്രോസ്പെറസ് ന്യൂ ഹൗസ്, കഴിയുന്നത്ര നമ്മൾ പുതിയത് വാങ്ങാൻ നോക്കും. പുതിയ ഫർണിച്ചർ, എവറിത്തിങ് ന്യൂ. പഴയ ലുക്കേ ആയിരിക്കില്ല പുതിയ വീടിന്, പഴയ മെറ്റീരിയൽസും ആയിരിക്കില്ല പുതിയ വീടുണ്ടാക്കാൻ. ഇപ്പം 2026 is like that. ഒരു പുതിയ വീട്, നമ്മളൊരു വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകുന്നു. പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണോ പുതിയ വീട്ടിൽ വേണ്ടാത്തത് അതെല്ലാം പഴയതിൽ ഉപേക്ഷിച്ചു, കത്തിച്ചു കളഞ്ഞു ഒക്കെ നമ്മൾ പോകണം. We should not carry forward into 2026 what we do not require. നമുക്ക് വേണ്ടാത്തത് വേണ്ടുന്നത് മാത്രം, വേണ്ടാത്തത് കൊണ്ടുപോകണ്ട എന്നല്ല, നമ്മൾക്ക് വേണ്ടുന്നത് മാത്രമേ നമ്മൾ 2026ലേക്ക് കൊണ്ടുപോകാവൂ. നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത്? We must sit and write a list. We must make a list. ഇന്ന് ഇരുന്ന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്തൊക്കെയാണ് നമ്മൾക്ക് 2026 വേണ്ടത്, എന്തൊക്കെ വേണ്ടെന്നല്ല. 2025 നിന്ന്, അല്ലെങ്കിൽ 2025 ഡിസംബർ 31 വരെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ഓർമ്മയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെ വേണ്ടെന്നല്ല. 2026 എങ്ങനെയായിരിക്കണം, എന്താണ് 2026 വേണ്ടത്? Our focus should be on what we need, and we must say that we have it. അത് നമ്മൾക്ക് ഉള്ളതായിട്ട് നമ്മൾ ഭാവിക്കണം. യത് ഭാവം തദ് ഭവതി. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഒരു നല്ല ജീവിതത്തിന്? ഒരു വീട് പണിയുമ്പോഴും ആ വീട്ടിൽ താമസിക്കുമ്പോഴും എന്തൊക്കെയാണ് വേണ്ടത്? സ്നേഹം, സന്തോഷം, മെറ്റീരിയൽ തിങ്സ് എല്ലാം നമ്മൾക്ക് വേണം. പക്ഷെ അതോടൊപ്പം വേണ്ടത് അൺകണ്ടീഷണൽ ലവ്, ജോയ്, പീസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പരസ്പര സ്നേഹം, ധാരണ, പരസ്പരമുള്ള സംതൃപ്തി, എല്ലാവരിലും നന്മ കാണാനുള്ള, കൂടെ താമസിക്കുന്നവർ നന്മ കാണാനും ആ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും പറയുവാനും ഉള്ള കഴിവ്, സാധ്യത കാണാൻ, പോസിബിലിറ്റീസ്. This whole world is one of infinite possibilities, and we are infinite potential. അനന്തകോടി സാധ്യതയാണ് നമ്മൾ. And infinite possibilities, infinite abundanceൻ്റെയാണ്, അനന്തകോടി സാധ്യതയുടെ, അനന്തകോടി സമൃദ്ധിയുടേതാണ് ഈ ബ്രഹ്മാണ്ടം. Everything is there in plenty. It is a world, it's a universe of plenitude.
സമൃദ്ധിയുടേതായ ഒരു ലോകം. ആ സമൃദ്ധി ഇറ്റ് ഈസ് ദെയർ ഓൾറെഡി. നമ്മുടെ ചുറ്റും സമൃദ്ധിയുണ്ട്, ദിവ്യമായ സമൃദ്ധിയുണ്ട്. 2026 എന്ന വീട്ടിലേക്ക് നമ്മൾ ആ ദിവ്യമായ സമൃദ്ധിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. വാട്ട് എവർ വി നീഡ് വി ഹാവ് ടു ഇൻവൈറ്റ്, വി ഹാവ് ടു ഇൻവോക്ക്. ഏത് ദിവ്യശക്തികളെയാണോ നമ്മൾ ഇവോക്ക് ചെയ്യുന്നത്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ആവാഹിക്കുന്നത്, ദാറ്റ് വിൽ സ്റ്റേ വിത്ത് അസ്. നമ്മളുടെ വീട്ടിൽ അതിഥികളായിട്ട് വരേണ്ടത് ആരൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസാണ്, എന്തെല്ലാം ആട്രിബ്യൂട്ടാണ്. നമ്മളൊരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കും, വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം. അതുപോലെ നമ്മളിൽ ഉണർത്തേണ്ട ശക്തി എന്ത്, നമ്മൾ ഓരോരുത്തരിലും എന്തൊക്കെ ശക്തികളാണ് കാണേണ്ടത്. ദിസ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ആസ് വി മൂവ് ഇൻ ടു 2026. ഇന്നൊരു ദിവസം ഇരുന്ന് we can do that this day. We just have a few hours time. പക്ഷെ എന്താണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് 1:11 ജാനുവരി 1:11 if we can sit and write, or tomorrow, നാളെ ഉച്ചയ്ക്ക് 1:11, because that is an auspicious time. 1 എന്ന് വരുന്നൊരു സമയമാണ്. 6 പ്രാവശ്യം 1 എന്ന് വരും. എവറി ഡേ ഇസ് ആൻ ഓസ്പീഷ്യസ് ഡേ. എല്ലാ ദിവസവും ഓസ്പീഷ്യസ് ആണ്, മംഗളകരമാണ്, മംഗളദായിയാണ്, ദിവ്യമാണ്. നമ്മളുടെ ചിന്തയിൽ അതാണ് നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മളുടെ ഫോക്കസിൽ, നമ്മളുടെ അറ്റൻഷൻ, wherever our attention goes, it grows. സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് നമ്മളുടെ അറ്റൻഷൻ കൊടുക്കുക. നമ്മളുടെ ശ്രദ്ധ എവിടെയാണോ, നമ്മളുടെ ഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മളുടെ ശ്രദ്ധ. സോ ലെറ്റ് us have more and more divine qualities. ദിവ്യമായ സമ്പത്തിൻ്റെ ഉടമകളായി മാറാനൊരു വർഷം. ദിവ്യമായ സമ്പത്ത്, 5th ഡയമെൻഷനിലേക്കുള്ളൊരു ഷിഫ്റ്റ്. saying goodbye to all that is not required. നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടാത്ത എല്ലാറ്റിനുള്ള ഗുഡ് ബൈ പറഞ്ഞ് വേണ്ടത് മാത്രം എടുത്ത്. It's like taking everything in a box. ഒരു വലിയ പെട്ടിയിലാക്കി വേണ്ടത് മാത്രം കൊണ്ടുപോകുന്നത് പോലെ, മനസ്സാവുന്ന ചെപ്പിൽ വേണ്ടതൊക്കെ ഓർത്തെടുത്ത്, വേണ്ടതെല്ലാം എടുത്ത്, അത് മാത്രം നമ്മൾ 2026ലേക്ക് പോകുന്നു. സുന്ദരമായ ഒരു ജീവിതത്തിന്, സത്യസന്ധമായ, സ്നേഹനിർഭരമായ, ധാർമ്മികമായ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ, ഐശ്വര്യത്തിൻ്റെ നാളുകളിലേക്ക്. ലൈഫ് ഓഫ് കറേജ്, സ്ട്രെങ്ത്, വൈറ്റാലിറ്റി, വിഗർ, ഹെൽത്ത്, വെൽത്ത്, പ്രോസ്പെരിറ്റി, യൂണിറ്റി, സന്തോഷം, സമാധാനം, സംതൃപ്തി, സ്നേഹം, സർവൈശ്വര്യം, അഭിവൃദ്ധി, ആരോഗ്യം, പൂർണ്ണത, സത്യസന്ധമായ, ധാർമ്മികമായ ഒരു ജീവിതം, ധർമ്മബോധത്തോടെ ഒരു ജീവിതം. Let us all envisage that. Let us visualize that. നമ്മൾക്ക് അതിനെ നമ്മുടെ ഫോക്കസിൽ കൊണ്ടുവരാം. And let us smile at 2026. Let us invite 2026 as we invite our best friend. നമ്മുടെ ഏറ്റവും ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ സ്നേഹത്തോടെ, നന്ദി ഭാവത്തോടെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ, let us invite 2026. Let us all live together in solidarity, devotion, dedication, discipline. Shanti, Shanti, Shanti.